ഹരേ കൃഷ്ണ. ഇന്ന് മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരമായ കൂർമ്മ അവതാരം. കൂർമ്മം ആമരൂപമാണ്. ഇന്ന് നമുക്ക് കൂർമ്മ അവതാരത്തെക്കുറിച്ച് പറയാം. കൂർമ്മ അവതാരം പാലായി മദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ദുർവാസാവ് മഹർഷിയുടെ ശാപനിമിത്തം ജരാനര ബാധിച്ചു പോയ ദേവന്മാർ. ദുർവാസാവ് ദേവന്മാരെ ശപിച്ച കഥ ഇങ്ങനെയാണ്. ദുർവാസാവ് മഹർഷി മഹാദേവനെയും പാർവതീദേവിയും സന്ദർശിക്കാൻ പോയപ്പോൾ പാർവതീദേവി ഒരു മാല ദുർവാസാവിന് പ്രസാദമായി നൽകി. ദുർവാസാവ് ആ മാല സന്തോഷത്തോടെ കൊണ്ടുവരികയായിരുന്നു. അപ്പോഴാണ് ഇന്ദ്രദേവൻ തൻ്റെ അബ്രമുഖൻ എന്ന ആനപ്പുറത്ത് സവാരി നടത്തുന്നത് കണ്ടത്. സന്തോഷം കൊണ്ട് ദുർവാസാവ് ആ മാല ഇന്ദ്രദേവന് കൊടുത്തു. ഇന്ദ്രദേവൻ അത് വാങ്ങിയിട്ട് ആനയുടെ തലയുടെ മുകളിൽ വെച്ചു. പക്ഷേ ആ മാല നല്ല സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടുള്ളതും നല്ല തേൻ ചൊരിയുന്ന പൂക്കൾ കൊണ്ടുള്ള മാലയായതിനാൽ അതിൽ വണ്ടുകൾ ആ പൂക്കളെ ചുറ്റി ചുറ്റി വന്നു. ഈ വണ്ട് വരുന്നത് ആനയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. ദേഷ്യം വന്ന ആന ആ പൂമാല തലയിൽ നിന്നെടുത്തിട്ട് താഴെയിട്ട് 2 ചവിട്ട് കൊടുത്തു. ഇത് ഇന്ദ്രദേവൻ കണ്ടിട്ടും അതിനൊരു വിലയും കൽപ്പിച്ചില്ല. ദുർവാസാവ് അത്രയും സന്തോഷത്തോടെ കൊടുത്ത ആ മാലയ്ക്ക് ഒരു വില കൊടുക്കാതെ വന്നപ്പോൾ ദുർവാസാവിന് ദേഷ്യം വന്നു. ദുർവാസാവ് അപ്പോൾ ഇന്ദ്രദേവനെ ശപിച്ചു. അഹങ്കാരിയായ ഇന്ദ്ര, നീ അഹങ്കാരം കൊണ്ട് കണ്ണു കാണാതെ നടക്കുകയാണ്. നിന്റെ എല്ലാ ശക്തിയും ഊർജവും നശിച്ചു പോകട്ടെ എന്ന് ദുർവാസാവ് ഇന്ദ്രദേവനെ ശപിച്ചു. അപ്പോൾ ദേവന്മാരുടെ ശക്തിയെല്ലാം നഷ്ടപ്പെടാൻ തുടങ്ങി. ദേവന്മാരെല്ലാവരും കൂടി ഭഗവാന്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേറെ ഒരു വഴിയുമില്ല. പാലായി കടഞ്ഞ് അതിനകത്ത് നിന്ന് വരുന്ന അമൃത് അത് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ എന്ന് ഉപദേശം കൊടുത്തു. പാലായി മദനത്തിൽ ഒരുപാട് ലീലകൾ ഭഗവാൻ ആടിയിട്ടുണ്ട്. ആദ്യം പാലായി മദനം ചെയ്യാൻ ഉപദേശിച്ചു കൊടുത്തു. പിന്നെ എല്ലാവരും ചെന്നിട്ട് മന്ദരപർവ്വതത്തെ മത്താക്കി വാസുകിയെ കയറാക്കി. പക്ഷേ പർവ്വതത്തിന് തൂക്കാൻ കഴിഞ്ഞില്ല. ഭഗവാൻ രണ്ടാമത് അവതരിച്ച് പർവ്വതത്തെ തൂക്കി. പർവ്വതത്തെ മത്താക്കി കടയുമ്പോൾ അടിയിൽ കൂടി പർവ്വതം താഴേക്ക് പോകുമ്പോൾ ഭഗവാൻ വീണ്ടും കൂർമ്മ രൂപത്തിൽ വന്നിട്ട് ഈ പർവ്വതത്തിനെ താങ്ങിപ്പിടിച്ചു. എന്നാൽ കൂർമ്മത്തിൻ്റെ മുകളിൽ നിന്ന് ഈ പർവ്വതം ഇങ്ങനെ ചരിയാൻ തുടങ്ങി. അപ്പോൾ മുകളിൽ 1000 കൈയുള്ള ശ്രീഹരി അവതാരം എടുത്തു. അങ്ങനെ കുറേ അവതാരം ഭഗവാൻ ഇതിലെടുത്തിട്ടുണ്ട്. ധന്വന്തരി മൂർത്തിയായിട്ടും മോഹിനി രൂപം, അങ്ങനെ കുറേ. ഓരോ തവണ അമൃത് കടഞ്ഞെടുക്കുമ്പോൾ ദേവന്മാർ പരാജയപ്പെട്ടു പോകുമെന്ന അവസ്ഥ വരുമ്പോൾ ഭഗവാൻ ഓരോ അവതാരമെടുത്ത് ദേവന്മാരെ രക്ഷിക്കും. മന്ദര പർവ്വതത്തെ മത്താക്കിയും വാസുകിയെ കയറാക്കിയും ദേവന്മാരും അസുരന്മാരും പാലായി മദനം ചെയ്യുന്ന സമയം പർവ്വതം ചെളിയിൽ താഴ്ന്നു പോകാൻ തുടങ്ങി. പർവ്വതം അനങ്ങാതെയായി. വീണ്ടും ദേവന്മാർ ഭഗവാനെ പ്രാർത്ഥിച്ചു. ഹരേ കൃഷ്ണ, ഗോവിന്ദ, നാരായണ, മാധവ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ വീണ്ടും കൂർമ്മത്തിൻ്റെ അവതാരം എടുത്തു. ഈ 14 ലോകത്തിനെയും താങ്ങിപ്പിടിച്ച് നിർത്തുന്നതാണ് കൂർമ്മ അവതാരം. കൂർമ്മ അവതാരം വന്ന് പർവ്വതത്തിനെ താങ്ങിപ്പിടിച്ചു. വീണ്ടും ദേവന്മാർക്ക് ശക്തി കിട്ടി. പാലായി മദനം വീണ്ടും തുടർന്നു. പാലായി മദനത്തിൽ ക്ഷീണിതനായ വാസുകി കാളകൂടം എന്ന കൊടും വിഷം ഛർദ്ദിച്ചു. അത് ഭൂമിയിൽ വീണാൽ സർവ്വ ജീവജാലങ്ങൾക്കും ആപത്താണെന്ന് കണ്ട് ശിവഭഗവാൻ അതെടുത്ത് കുടിച്ചു. ഇത് കണ്ട് പാർവതി ദേവി ദേവന് ആപത്താണെന്ന് കരുതി കണ്ടത്തിൽ മുറുകെ പിടിച്ചു. പുറത്തേക്ക് വന്നാലോ എന്ന് കരുതി വിഷ്ണു ഭഗവാൻ ശിവഭഗവാന്റെ വാ പൊത്തി പിടിച്ചു. കാളകൂട വിഷം അകത്തോട്ടും പുറത്തോട്ടും പോകാതെ ശിവഭഗവാന്റെ കണ്ടത്തിൽ ഉറച്ചുപോയി. വീണ്ടും പാലായി മദനം ആരംഭിച്ചു. അപ്പോൾ പാലായിൽ നിന്നും പല ദിവ്യ വസ്തുക്കളും ഉയർന്നു വന്നു. അതിൽ വന്നതാണ് ഐരാവതം. ഈ ഐരാവതമാണ് ഇന്ദ്രദേവൻ വാഹനമാക്കുന്നത്. പിന്നീട് അമൃതകുംഭവുമായി ധന്വന്തരമൂർത്തിയാണ് വന്നത്. ഇത് ആദ്യം കണ്ട അസുരന്മാർ അമൃതം തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. പിന്നീട് സ്നാനം കഴിഞ്ഞ് അവർ അമൃത് ഭക്ഷിക്കാൻ ഇരുന്നു. അപ്പോൾ അമൃത് ആര് വിളമ്പുമെന്ന തർക്കമായി. ദേവന്മാരാകട്ടെ അമൃത് നഷ്ടപ്പെട്ട സങ്കടത്തിലുമായി. ദേവന്മാരുടെ ദുഃഖമില്ലാതാക്കാൻ ഭഗവാൻ മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ വന്നു. അതിസുന്ദരി രൂപം. ഇത് കണ്ട അസുരന്മാർ അമൃത് വിളമ്പാൻ അവളെ ഏൽപ്പിച്ചു. മോഹിനി ദേവി ഇങ്ങനെ പറഞ്ഞു, എന്നെ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് നാണം വരുന്നു. അതുകൊണ്ട് ഞാൻ അമൃത് വിളമ്പുമ്പോൾ എല്ലാവരും കണ്ണടച്ചിരുന്നോളൂ. അമൃത് വിളമ്പിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. അസുരന്മാർ മോഹിനി ദേവി പറഞ്ഞതുപോലെ കണ്ണടച്ചിരുന്നു. അപ്പോൾ മോഹിനി രൂപമായ മഹാവിഷ്ണു ഭഗവാൻ അമൃതം കൊണ്ട് ദേവലോകത്ത് പോയി.
കണ്ണു തുറന്നപ്പോൾ അസുരന്മാർ തങ്ങളുടെ അമൃതം നഷ്ടപ്പെട്ട കാര്യം അസുരന്മാർക്ക് മനസ്സിലായി. പക്ഷേ ഒരസുരൻ മാത്രം ഒരു ദേവബ്രാഹ്മണ രൂപത്തിൽ ദേവന്മാരുടെ അടുത്ത് ചെന്നിട്ട് കുറച്ച് അമൃത് തരണേ എന്ന് പറഞ്ഞു. ദയ തോന്നിയ ദേവന്മാർ കുറച്ച് അമൃത് കൊടുത്തു. പക്ഷേ അത് ദേവനല്ല, അസുരനാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ അസുരൻ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ ഒളിക്കാൻ നോക്കി. മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ അസുരൻ്റെ തലയും ഉടലും രണ്ടാക്കി കളഞ്ഞു. അമൃത് കുടിച്ച അസുരൻ മരിച്ചില്ല. തല രാഹുവും ഉടൽ കേതുവുമായിട്ട് മാറുകയാണ് ഉണ്ടായത്. നന്മ തിന്മകളുടെ ഇടയ്ക്കുള്ള ഒരു ശാശ്വതമായ യുദ്ധമാണ് കൂർമാവതാരത്തിലൂടെ മനസ്സിലാക്കുന്നത്.